തിരികെ വാർത്തയിലേക്ക്. ഗഡർ വീണുണ്ടായ അപകടത്തിൽ മരിച്ച ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷിന്റെ മൃതദേഹം വൈകിട്ട് 5 വീട്ടിലെത്തിക്കും. സംസ്കാരം ഇന്ന് തന്നെ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ നാട്ടുകാർ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. അതേസമയം രാജേഷിന്റെ കുടുംബത്തിന് സഹായമായി 25 ലക്ഷം രൂപ നൽകുമെന്ന് നിർമ്മാണ കമ്പനി അറിയിച്ചു. മരിച്ച രാജേഷിന്റെ വീട്ടിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരു നോക്ക് കാണാൻ നിരവധി ആൾക്കാർ തന്നെയാണോ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പം സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. KP 3 മണിയോടെയാണ് എറണാകുളം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്നും രാജേഷിൻ്റെ മൃതദേഹം പള്ളിപ്പാട്ടെ വസതിയിലേക്ക് തിരിച്ചിട്ടുള്ളത്. ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. ആദ്യം അർഹമായ നഷ്ടപരിഹാരവും മറ്റും ലഭിച്ചാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയിച്ചിരുന്നു. കമ്പനി ഇപ്പോൾ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരും 2 ലക്ഷം രൂപ അടിയന്തര സഹായമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ്, എന്നാൽ ഈ രാജേഷിൻ്റെ മകന് ജോലി ലഭ്യമാക്കണം എന്ന ആവശ്യവും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. കാരണം വലിയ ദാരുണമായ ഒരു അപകടം, അതും വലിയ അനാസ്ഥ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടായതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത്. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് എല്ലാവിധ സഹായവും ലഭ്യമാക്കുക എന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ ഉന്നയിക്കുന്നതും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മൃതദേഹം വൈകിട്ട് 5 മണിയോടുകൂടി സംസ്കാരത്തിനായി വീട്ടിലേക്ക് എത്തിക്കും എന്ന് അറിയിച്ചിട്ടുള്ളത്. 3 മണിക്ക് എറണാകുളത്തു നിന്ന് തിരിച്ചാൽ 2 മണിക്കൂറെങ്കിലും മിനിമം വേണ്ടിവരും പള്ളിപ്പാട്ടെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കാൻ. ഇവിടെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഒഴുകിയെത്തുകയെന്ന ഒരു സാഹചര്യമാണുള്ളത്. 2 ദിവസം മുമ്പ് മിനിഞ്ഞാന്നാണ് ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് രാജേഷ് ജോലിയുടെ ഭാഗമായി പത്തനംതിട്ടയുള്ള വാഹനവുമായി യാത്ര തിരിച്ചത്. ആ യാത്ര തിരിച്ചതിന് ശേഷവും വീട്ടുകാരൊക്കെ ഫോണിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ 2 മണിക്ക് ശേഷം അത്തരത്തിൽ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ രാജേഷിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് 2:30-ക്ക് ശേഷമാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ആ അപകടത്തിൽ ആണ് രാജേഷിന് ദാരുണ അന്ത്യം സംഭവിച്ചിട്ടുള്ളതും. KP ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.